ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിനില്ല. എന്റെ സഹോദരിമാരോട് പറയട്ടെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുണ്ടല്ലോ, അവര് പ്രവാസി ജീവിതം നയിക്കുന്നത് സുഖിക്കാനല്ല, അവര് സുഖലോലപനായി കഴിയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വളരെയധികം കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് ഉണ്ണാനില്ലാതെ ഉറങ്ങാനില്ലാതെ വെറും ബാത്റൂമിന്റെ വലിപ്പം മാത്രമുള്ള കൊച്ചു റൂമില് 6-7 പേര് താമസിക്കുകയാ. നാം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ ട്രെയിനിലെ ഓരോ കിടക്കുന്ന സ്ഥലങ്ങൾ അട്ടിയിട്ട് വെച്ചിരിക്കുന്നത് പോലെ ഓരോ കട്ടിലും വെറും ബാത്റൂം പോലുള്ള ചെറിയ റൂമിൽ 6-7 പ്രവാസികളാ കഴിയുന്നത്. അവിടെ ചെറുതെന്നും വലുതൊന്നുമില്ല. ഈ നാട്ടിൽ വരുമ്പോ വലിയ മുന്തിയ കാറുകളിൽ യാത്ര ചെയ്യുന്ന സഹോദരനായിരിക്കാം. അവന് ടൈം ടേബിൾ കൊടുക്കുകയാ. ഒരു ദിവസം നീയാണ് ഭക്ഷണം വെക്കേണ്ടത്, അടുത്ത ദിവസം നീയാണ് ഭക്ഷണം വെക്കേണ്ടത്. അങ്ങനെ ടൈം ടേബിൾ കൊടുത്ത് ഒരു റൂമിൽ 7 പേരുണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോരുത്തർ ഭക്ഷണം വെക്കണം. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് പറയട്ടെ, നിങ്ങളെ പ്രിയപ്പെട്ട പ്രിയതമനുണ്ടല്ലോ, കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് പ്രവാസി ജീവിതം നയിക്കുന്നത്. എന്റെ വിഷയം അതല്ല, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അത്രത്തോളം കഷ്ടപ്പെടുന്ന എത്രയെത്ര പ്രവാസികളാ. അല്ലാഹുവേ, അല്ലാഹുവേ, അവരെ കാത്തോളണേ അല്ലാ. സ്നേഹമുള്ള എന്റെ കാസർഗോഡിലെ തലങ്കരയിലുള്ള മക്കളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതം നശ്വരമാൻ. ഈ ദുനിയാവിൽ